ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ ചന്ദ്ര കിച്ചണിൽ വന്നോക്കുന്ന സമയത്ത് അവിടെയൊന്നും രേവതിയെ കാണുന്നില്ല. ഇവിടെ ഇത്രയും പിടിപ്പത് പണിയുള്ളപ്പോൾ ഇവൾ ഇതെവിടെ പോയി കിടക്കുക? അങ്ങനെയും പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന പാത്രമെല്ലാം തുറന്നു നോക്കുന്ന സമയത്ത് അതിലൊന്നും തന്നെയില്ല. ഇവളിന്ന് ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ലേ, ഇന്ന് ഇവളെ ഞാൻ ശരിയാക്കി കൊടുക്ക എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ അന്വേഷിച്ചു പോവാണ്. റൂമിൽ ചെന്ന് നോക്കുന്ന സമയത്തും അവിടെ രേവതിയെ കാണുന്നില്ല. ഇതിവൾ എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വയറും പൊത്തിപ്പിടിച്ചോണ്ട് ഒമറ്റ് ചെയ്തോണ്ട് നിൽക്കാണ്. എടി, നീ ഇവിടെ വന്ന് നിൽക്കാണോ? എന്താ, ശ്രുതിക്കും വർഷയ്ക്കും ഓഫീസിലൊക്കെ പോകണമെന്ന് നിനക്കറിയില്ലേ? അവർക്ക് ജോലിക്ക് പോകണം. നീ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? എനിക്ക് വയ്യമ്മേ, ഛർദ്ദിച്ചിട്ട് വയ്യെന്ന് അവൾ പറയുന്നുണ്ട്. എന്ത്, നിനക്ക് ഛർദിയോ? എന്താടി, നിനക്ക് വല്ല വിശേഷമുണ്ടോ? വിശേഷം അറിയിക്കുമ്പോഴാ പെണ്ണുങ്ങൾ ഛർദ്ദിക്കാർ. ഏയ്, അതൊന്നും അല്ലാമ്മേ, ഭക്ഷണത്തെ എന്താണെന്നറിയില്ല, ഗ്യാസ് പ്രോബ്ലം ആണെന്നാണ് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് രേവതി. ഓ, ഇതൊക്കെ നിന്റെ അഭിനയമാണ്. വർഷയെക്കൊണ്ടും ശ്രുതിയെക്കൊണ്ടും കിച്ചണിൽ കയറിയിട്ട് പാചകം ഉണ്ടാക്കിക്കാനുള്ള നിന്റെ അടവാണ്. അതൊന്നും വില പോവില്ല. മര്യാദക്ക് പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കുക. വയ്യമ്മേ, വയറ് വേദനിച്ചിട്ട് വയ്യ, ഇന്നൊരു ദിവസം എനിക്ക് വയ്യ, അവരെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പാരാമ്മേ, അവർക്ക് പോകണമെങ്കിലെന്ന് രേവതി ഇങ്ങനെ വയ്യാതെ പറയുന്നുണ്ട് കേട്ടോ. അതൊന്നും പറ്റില്ല, മര്യാദക്ക് പോയി ഭക്ഷണം ഉണ്ടാക്കിക്കോ. അങ്ങനെ ഒരു വിധത്തിൽ അവിടെ ഭക്ഷണങ്ങളെല്ലാം ഉണ്ടാക്കാട്ടോ. വയറ് പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് സച്ചി അവിടേക്ക് വരുമ്പോൾ, എന്താ രേവതി, എന്താ പറ്റിയത്? അത് പിന്നെ വയറ് വേദനിക്കുന്നു, എന്നിട്ട് നീ എന്തിനാ ഈ ജോലിയൊക്കെ ചെയ്യുന്നത്? അപ്പോഴാണ് അവിടേക്ക് ചന്ദ്ര വന്നത്. അവൾക്കെന്താ ജോലി ചെയ്യാൻ പാടില്ല, അവൾ ഓരോ അടവുമായിട്ട് വന്നോളും. ഇവിടെ വേറെ മരുമക്കളുണ്ടല്ലോ, അവർക്ക് വേണമെങ്കിൽ അവരുണ്ടാക്കി കഴിക്കട്ടെ. ഇവൾ എൻ്റെ കാര്യം അച്ഛൻ്റെ കാര്യം നോക്കിയാൽ മതി. നിങ്ങൾക്കെല്ലാവർക്കും നല്ല ആരോഗ്യമുണ്ട്, അതുകൊണ്ട് ഇവൾ ഒറ്റയ്ക്കുണ്ടാക്കി നിങ്ങൾ അങ്ങനെ തിന്നണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനെ നീയും ഇവളും ഇവളുടെ അച്ഛനും എല്ലാവരും കൂടെ ഇവിടെ നിന്ന് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി നോക്കണം, എന്നിട്ട് തനിയെ ഉണ്ടാക്കി കഴിക്കുക. എന്തെങ്കിലുമൊക്കെ ആവാം, പക്ഷേ ഇതൊരു കൂട്ടുകുടുംബം ആകുമ്പോൾ എല്ലാവർക്കുള്ള ഭക്ഷണം ഇവളുണ്ടാക്കണം. അതിനെന്താ ഇത്ര നിർബന്ധം? എല്ലാവർക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക. ഇവിടുത്തെ വേലക്കാരിയല്ല എൻ്റെ രേവതി എന്ന് സച്ചി പറയുന്നുണ്ട്. വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവെന്ന് പറയാണ്. അങ്ങനെ രേവതിയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. തിരികെ വരുന്ന സമയത്ത് അവിടെ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചന്ദ്രമതി. ഇവളെല്ലാ അടവുകൾ ഉണ്ടാക്കുകയാണ്. ഇവൾ കാരണം വർഷയും ഒന്ന് കഴിക്കാതെയാണ് പോയത്. ശ്രുതിയും അതേ തന്നെ. ശ്രുതിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചൊന്നും ആയിട്ടില്ല. ഈ സമയം രവീന്ദ്രൻ പറയും, രേവതി ഈ വീട്ടിലെ മരുമകൾ തന്നെയാണ്, അവളിങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുക്കി തരണമെന്ന് കരുതിൽ അതെങ്ങനെയാ? അവൾക്കും അസുഖം വയ്യായി ഒക്കെ വരും. അതും കരുതിക്കൊണ്ട് ചില ദിവസങ്ങൾ നിങ്ങളൊക്കെ അവളെ അഡ്ജസ്റ്റ് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കണം എന്നും പറഞ്ഞ് രവീന്ദ്രൻ പോവാട്ടോ. അങ്ങനെ രേവതിയെ വല്ലാതെ വേദനിപ്പിക്കാണ് അവിടെ നിന്നിട്ട് ചന്ദ്രമതി. അവൾക്ക് സഹിക്കാതാവാതെ അവൾ പൊട്ടിക്കരയുന്നുണ്ട്. ഒടുവിൽ രവീന്ദ്രൻ അവളടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, മോളെ, ഞാനൊരു കാര്യം പറഞ്ഞാൽ മോളത് അംഗീകരിക്കണം. നീയും സച്ചിയും കുറച്ച് ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം. ഒന്നല്ലെങ്കിൽ മുത്തശ്ശിയുടെ അടുത്ത് പോകണം, അല്ലെങ്കിൽ മറ്റൊരിടത്ത്. എത്ര റെൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയാം, എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്, അവിടെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സുഖമായിട്ട് താമസിക്കാം. റെൻ്റൊന്നും വേണ്ട, അവനിപ്പോൾ വിദേശത്താണ്, അവൻ്റെ വീട് നോക്കാൻ ഒരാളെ വേണമെന്ന് അവൻ എന്നോട് പറഞ്ഞിരുന്നു. അപ്പോഴാ ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നത്. ഇവിടെ നിന്നാൽ ഒരിക്കലും നിനക്കും സച്ചിക്കും ഒരു സ്വസ്ഥയും സമാധാനം തരില്ല, അവരൊക്കെ ഒറ്റയ്ക്ക് ജീവിച്ച് പഠിക്കട്ടെ നീ എന്ന് പറയാൻ കേട്ടോ. ഈ സമയം അതൊന്നും വേണ്ട വെച്ചാൽ, ഒരു കൂട്ടുകുടുംബം ആകുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സച്ചേട്ടനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ അമ്മക്ക് പറയാനുള്ളൂ. ഞാൻ ഈ കുടുംബത്തിൽ നിന്ന് സച്ചേട്ടനെ കൊണ്ടുപോയിന്ന് അവൻ ഇവിടുന്ന് മാറി നിന്നാലേ അവൻ്റെ വില മനസ്സിലാവുള്ളൂ. ഈ കുടുംബത്തിന് വേണ്ടി ഉരുകിത്തീർന്നതാ അവൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സച്ചിയോട് ഞാൻ സംസാരിക്കാം. അങ്ങനെ സച്ചി വരുന്ന സമയത്ത് അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് അവനെ മാറ്റി നിർത്താം. എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വീടുണ്ട്, അവന് വിളിച്ച് പറഞ്ഞത് അവിടെ കുറച്ച് ദിവസം താമസിക്കാൻ ആരെങ്കിലും കിട്ടണമെന്നാണ്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോൾ രേവതിയും നീയും അവിടെ താമസിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയാം. എന്താ അച്ഛാ, ഈ വീട് വിട്ട് പോവാൻ? അതൊന്നും ശരിയാവില്ല, ഞാനിവിടെ ഇല്ലെങ്കിൽ ശരിയാവില്ല അച്ഛൻ്റെ കാര്യങ്ങളൊന്നും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഇപ്പം തന്നെ നിൻ്റെ അമ്മയും മറ്റു മരുമക്കളും കൂടെ രേവതിയുടെ തലയിൽ കയറാണ്. അവർക്കും തന്നെ ഒറ്റയ്ക്ക് അവരുടെ സ്വയം കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനുള്ള ഒരു സമയം കൂടെയാണ്. പിന്നെ ഈ വീട്ടിൽ നിന്റെ വില എന്താണെന്ന് നിന്റെ അമ്മ മനസ്സിലാക്കുകയും വേണം. അതുകൊണ്ടുകൂടെയാണ് അച്ഛൻ പറയുന്നത്. ഒടുവിൽ സച്ചിയും സമ്മതിക്കാണ്. അങ്ങനെ രേവതിയും സച്ചിയും ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്യാൻ കേട്ടോ. അവർക്ക് ഒരു വീട്ടു സാധനത്തിൽ എല്ലാ സാധനങ്ങളും രവീന്ദ്രൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടതും ഒന്നും മനസ്സിലാവാതെ ചന്ദ്രമതി ഒന്ന് ചോദിക്കും, അല്ല എന്താ ഇത്, വീട് വിട്ട് ആരാ വീട്ടിൽ താമസം മാറുന്നത്? അത് പിന്നെ സച്ചിയും രേവതിയും മറ്റൊരിടത്തേക്ക് താമസം മാറാണ്. നീയും നിന്റെ മരുമക്കളും കൂടെ ഇവിടെ അങ്ങ് താമസിക്കും, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഒരുക്കി തരാനല്ലല്ലോ രേവതി, ഇനിയിപ്പോൾ സച്ചിയുടെ കൂടെ അവൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ഇത് കേട്ടതും ചന്ദ്രമതി പറയും, അത് നടക്കില്ല, ഇവിടുന്ന് പോയാൽ ഒരു അവകാശം
ഇന്നെ ഉണ്ടാവില്ല, ഈ വീട്ടിലേക്ക് തിരികെ വരാനും പറ്റില്ല. എന്താ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടേ? അവൾ പോയി കഴിഞ്ഞാൽ ആരാ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അതാ പറഞ്ഞത്, നീയും നിന്റെ മരുമക്കളും സ്വയം കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കും. രേവതി എന്തായാലും സച്ചിയുടെ കൂടെ പോവും. അത് നീ എന്തൊക്കെ എതിർത്താലും. പിന്നെ ഈ വീട്ടിലേക്ക് ഇനി തിരികെ വരില്ല, കാലുകുത്തില്ലെന്ന വാക്കൊന്നും വേണ്ട. ഈ വീട് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതെൻ്റെ 3 മക്കൾക്കും ഒരുപോലെ അവകാശമുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയുടെ വായ അടുപ്പിക്കുന്നുണ്ട്. ഒടുവിൽ ചന്ദ്രമതി പിന്നെ സഹിക്കാതെ ചന്ദ്രമതിയുടെ മുമ്പിൽ വെച്ച് തന്നെ രേവതിയെ കൈപ്പിടിച്ച് സച്ചി ആ വീടിൻ്റെ പടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. തിരിഞ്ഞു നോക്കി അച്ഛനോട് മരുന്നൊക്കെ സമയത്തിന് കഴിക്കണം, അച്ഛൻ എപ്പോഴും വിളിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് രേവതി പോകുന്നത്. വലിയ സങ്കടമുണ്ട് രേവതിക്ക്. എന്നാലും സച്ചേട്ടൻ്റെ കൂടെ ആയപ്പോൾ അവൾക്ക് വല്ലാതെ മനസ്സമാധാനം തന്നെയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്രമതിയുടെ ജോലിയായി. പിന്നെ ശ്രുതിയുടെയും വർഷയുടെയും കാര്യങ്ങളൊക്കെ നോക്കുക. രാവിലെ തന്നെ ചന്ദ്രമതിക്ക് ഓട്ടപ്പാച്ചിലാണ്. 2 പേർക്കുള്ള ഭക്ഷണം തയ്യാറാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഒക്കെ തന്നെ തയ്യാറാക്കണം. പോരാതിന് കുളിക്കാൻ ചൂടുവെള്ളം. അമ്മേ ആയില്ലേ, അമ്മേ അതായില്ലേ, അമ്മേ ഇതായില്ലേ, ചൂടുവെള്ളം ആയില്ലേ എന്നൊക്കെ ചോദിച്ച് പുറകെ നടക്കുക. എല്ലാവരും കൂടെ ഒടുവിൽ തളർന്ന് കിടക്കടോ, വയ്യാതാവാനും ചന്ദ്രമതിക്കും. ഈ സമയം വന്നിട്ട് അവിടെ വന്നിട്ട് രവീന്ദ്രൻ പറയും, ഇപ്പം മനസ്സിലായില്ലേ രേവതി എന്തൊക്കെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പം അവളുടെ വില മനസ്സിലായില്ലേ? അവളെ ഒരു ദിവസം എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്ന? മുഷിനെ തുണി അലക്കുന്നു, തറ തുടക്കുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു, അത് കൊടുത്തു വിടുന്നു. അതേപോലെ നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം വരെ അവൾ ചൂടാക്കി വെക്കുന്നില്ലേ? എന്നിട്ടും അവൾക്ക് എപ്പോഴും വഴക്കും വക്കാണെന്നല്ലാതെ ഒരു നല്ല വാക്ക് നീ ചന്ദ്രയെ പറഞ്ഞിട്ടുണ്ടോ? അവൾക്ക് വയ്യാതായാൽ പോലും നീ എന്താ പറഞ്ഞത്? അവളുടെ അടവാണെന്ന്. ഇപ്പം നീ അനുഭവിക്കുന്നത് എന്താ? അടവല്ലേ? നിനക്ക് ജോലി ചെയ്യേണ്ടി വരുമെന്ന് കരുതി രവിയേട്ടൻ ഇത് തന്നെ പറയണം. ഇത് അടവൊന്നുമല്ല, എനിക്ക് തീരെ വയ്യ, എനിക്ക് നടുവേദനിക്കുന്നു, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അതിനൊന്നും ആവശ്യമില്ല, കുറച്ച് ബാമ പുരട്ടിയേക്ക്, അതൊക്കെ താനെ മാറിക്കോളും, നാളെയും ഇത് ശീലാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ രവീന്ദ്രൻ ഒരു കണ്ണിച്ചോറില്ലാതെ പോലെ തന്നെ പറഞ്ഞുകൊണ്ട് പോവാട്ടോ. അത്രമാത്രം ചന്ദ്രമതി രേവതിയെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ളൊക്കെ ശിക്ഷയാണ്. അങ്ങനെ ചന്ദ്രമതി തന്നെ സച്ചിയുടെ അടുത്തേക്ക് വന്ന് നീയും ഭാര്യയും കൂടെ തിരികെ വീട്ടിലേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ വരില്ല. നിങ്ങളുടെ മരുമക്കൾ എന്നാണോ വീട്ടിലെ ജോലി ചെയ്യാൻ തുടങ്ങുന്നത് അന്ന് മാത്രമേ തിരികെ വരുള്ളൂ. എൻ്റെ രേവതി നിങ്ങളുടെ വേലക്കാരിയല്ല എന്ന് തന്നെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം സച്ചി രേവതിക്ക് ഒരു പൂക്കടയെല്ലാം വെച്ചു കൊടുക്കുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗം വേണമല്ലോ, അതിന് വേണ്ടി തന്നെ. അങ്ങനെ മറ്റുള്ള മരുമക്കളെ പോലെ അവൾക്കും ഒരു ജോലിയുണ്ടെന്ന് എല്ലാവരുടെ മുമ്പിൽ തെളിയിക്കണം. അതിനു വേണ്ടി തന്നെയാട്ടോ അങ്ങനെ അവളൊരു പൂക്കട സ്വന്തമായിട്ട് തുടങ്ങുന്നുണ്ട്. അതിൽ നിന്ന് നല്ല വരുമാനം രേവതി കിട്ടുകയും തുടങ്ങാട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും നല്ലൊരു ലെവലിൽ എത്തുന്നുണ്ട്. സ്വന്തമായിട്ട് കാറും വീടൊക്കെ അവർ വാങ്ങുന്നതോട് കൂടെ തന്നെ അസൂയ കൊണ്ട് തന്നെ അവളെ മറ്റുള്ളവരൊക്കെ പൊള്ളയാണെന്നും അവരെ സ്നേഹിച്ചിട്ട് ഒരു കാര്യമില്ലെന്നും ചന്ദ്രമതിക്ക് മനസ്സിലാകുന്ന ഒരു കിടിലൻ എപ്പിസോഡും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം.